ജമാലെ നാട്ടിൽ പോണ്ടേ? നാട്ടിൽ പോണം എന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ ചില പ്രതികൂല സാഹചര്യം കൊണ്ട് നമുക്ക് പറ്റിയില്ല. വോട്ടെല്ലാം പെട്ടിയിലായില്ലേ? വോട്ടൊക്കെ പെട്ടിയിലായി, എല്ലാം ഭദ്രമാണ്. ഇനി ഏതാണ്ട് ഒരു 3-4 ആഴ്ച അല്ലേ, 25 ദിവസം കാത്തിരിക്കണം. കാത്തിരിപ്പിനോട് ഇതാണ് നമ്മൾ ഈ കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് അറിയാമോ? അതായത് പ്രവാസികളെ നാട്ടിലെത്തിച്ചിട്ടും പ്രവാസികൾ വോട്ട് ചെയ്യണമെന്ന ആഗ്രഹത്തോടെ നാട്ടിലേക്ക് പോയി വോട്ട് ചെയ്യുന്ന ഒരു പ്രവണത കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ പലപ്പോഴും പറയുന്നത് അതൊരു UDF അനുകൂല വോട്ടുകളാണ് പ്രവാസത്തുനിന്ന് പോകുന്നതെന്നുള്ളത്. ഇത്തവണ അത് നടന്നില്ല. എന്തായിരിക്കും ശരിക്കും കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത്? അല്ല, ഈ തൻവീർ പറഞ്ഞാൽ ശരിയാ. ഈ നമ്മൾ പണ്ട് വോട്ട് വിമാനങ്ങൾ തന്നെ പറയാം. സാധാരണ ഇപ്പോൾ 2001-ലും അതിനു മുമ്പ് 2016-ലും അതിനു മുമ്പുള്ള തെരഞ്ഞെടുപ്പുകളൊക്കെ ഈ എല്ലാ വർഷം എല്ലാ സമയങ്ങളിലും നടക്കാറുണ്ട്. പക്ഷെ ഇത്തവണ ഈ യുദ്ധത്തിൻ്റെ സാഹചര്യത്തിലും മതിയായ വിമാനങ്ങളില്ല. ഇപ്പോൾ പല ആളുകളും, ഇപ്പോൾ ഞാനടക്കമുള്ള ആളുകൾ പോകണമെന്ന് വരും, പക്ഷേ നമുക്ക് പോകാൻ പറ്റാത്ത ഇവിടുത്തെ യുദ്ധത്തിൻ്റെ ഈ വാർത്തകളും ഒക്കെ നിൽക്കുമ്പോൾ നമുക്ക് ഇതിനിടന്ന് പോകുന്നത് എളുപ്പമല്ല. പക്ഷേ ഈ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, വോട്ട് വിമാനങ്ങൾ ഇത്തവണ വളരെ കുറഞ്ഞിട്ടുണ്ട്, വളരെ വളരെ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മറ്റെല്ലായിടത്തുനിന്നും ആയിരക്കണക്കിന് ആളുകൾ പോകും. സൗദി നിന്നായാലും കുവൈത്ത് നിന്നായാലും ബഹ്റൈൻ നിന്നായാലും UAE നിന്നായാലും, പ്രത്യേകിച്ച് ഈ പ്രവാസി സംഘടനകളൊക്കെ എടുക്കും. അതുപോലെ ഫ്രണ്ട്സ് ഗ്രൂപ്പുകൾ പോകും. ഇത്തവണ അത്തരം ആളുകൾ പോയിട്ടില്ല. അത് ആർക്കാണ് നേട്ടമെന്ന് ചോദിച്ചാൽ, പിന്നെ നേട്ടമല്ല, എല്ലാവർക്കും കോട്ടാണ്. കാരണം ഒന്ന്, ഈ പ്രവാസികൾ നാട്ടിൽ പോകാത്തതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ, പ്രവാസികൾക്കൊരു അവകാശമുണ്ട് വോട്ട് ചെയ്യാനുള്ള. നമ്മുടെ ഈ നാട്ടിലെ ജനാധിപത്യ സംവിധാനത്തിൽ നമ്മുടെ ഒരു മാർക്ക് കൂടി രേഖപ്പെടുത്തുക എന്നുള്ളത് വലിയ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം നാട്ടിലുള്ളവർക്ക് മാത്രമല്ല, ഈ പ്രവാസികളൊരു പ്രാതിനിധ്യം അറിയിക്കണ്ടേ. ഈ കേരളത്തിൻ്റെ ഏറ്റവും വലിയ നട്ടെല്ല് നമ്മളൊക്കെ പറയുന്നത്, സാമ്പത്തിക നട്ടെല്ല് എന്ന് പറയുന്നത് ഗൾഫാണ്. അപ്പോൾ ഗൾഫിൻ്റെ ഒരു പ്രാതിനിധ്യം അല്ലെങ്കിൽ നമ്മുടെ ഒരു കയ്യൊപ്പ് ചാർത്തുക, അത് നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയിൽ നമ്മുടെ കൂടെ ഒരു പങ്കാളിത്തം ഉണ്ടാവാന്നൊരു പ്രധാനപ്പെട്ട സംഗതിയായിരുന്നു. അത് ഇത്തവണ ഈ പ്രതികൂലമായ സാഹചര്യം കൊണ്ട് വേണ്ടത്ര കഴിഞ്ഞിട്ടില്ല. അത് ആർക്ക് ഗുണകരമാണെന്ന് ചോദിച്ചാൽ ആർക്കും ഗുണകരമാകില്ല എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഇപ്പോൾ LDF-നായാലും UDF-നായാലും BJP-ക്കായാലും ഒക്കെ തന്നെ അത് ആർക്കും ഗുണകരമായില്ല. കാരണം എല്ലാവർക്കും വലിയ നഷ്ടമാണ്. ഒന്നാമത്തെ ഈ ചെല്ലുന്ന ഒരാളുടെ വോട്ട് മാത്രമല്ല, അവരൊരു സ്വാധീന ശക്തിയാണ്. ഇപ്പോൾ ഇവിടുന്ന് ഒരാൾ പോകുന്നു, അപ്പോൾ അവരുടെ വീട്ടുകാരെ അവർ സ്വാധീനിക്കുന്നു, അവരുടെ സുഹൃത്തുക്കളെ സ്വാധീനിക്കുന്നു, അവർ നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പിലെത്തി അവരുടെ ഈ പ്രവർത്തനങ്ങൾ പങ്കാളിയാവുന്നില്ല. അതാണ് ഇമ്പോർട്ടൻറ്റ്. അതാണ് ഏറ്റവും അവർക്ക് മിസ്സാവുന്നത്. മാത്രമല്ല, ഈ വോട്ടിൽ രേഖപ്പെടുത്തുന്നതിന് അപ്പുറത്ത് പ്രവാസികൾക്ക് ഈ പ്രക്രിയയിലൊക്കെ ഇതിലൊരു വൈബ് ഉണ്ടാവില്ലേ നാട്ടിൽ ചെന്നിട്ട് ഈ ഇലക്ഷൻ. കാരണം ഇവിടെ നമ്മളിങ്ങനെ പലവിധ പ്രയാസങ്ങൾ പരിമിതികളൊക്കെ ഉണ്ടാവും. ഇതിലെല്ലാം മറികടന്ന് നാട്ടിലെ ആരവത്തിലേക്ക് എടുത്ത് കുളത്തിലേക്ക് ചാടുന്ന പോലെയാണ്. കുട്ടികൾ കുളത്തിൽ ചാടുന്ന പോലെയാണ്. അത് നഷ്ടപ്പെടും. അത് എന്തായാലും നമുക്ക് 4-ാം തീയതി വരെ വെയിറ്റ് ചെയ്യാം. എന്നാലും കേരളം ആർക്കൊപ്പം നിൽക്കുന്നത് കാണാം. തുടരുമോ മാറുമോ?